അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കൊരങ്ങാട്ടിയെയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ പ്ലാമലയെയും ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രഹസനമാണെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡിൻ്റെ റീടാറിംഗ് പ്രവർത്തനങ്ങൾക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തി. കരാറുകാരൻ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഇത് കണ്ടോ, ഇന്നലെ ടാർ ചെയ്തതാണ്. പൊടിമണ്ണിൻ്റെ മുകളിലേക്ക് വെറുതെ ടാർ ഒഴിച്ച് കണ്ടോ, കമ്പിന് കുത്തിയാൽ ഇന്നലെ ഇട്ടതാണ്, സെറ്റായിട്ടില്ല കണ്ടോ. കമ്പിന് ഇങ്ങനെ കൈക്ക് അധികം വിലവൊന്നുമില്ല, വെറുതെ പിടിച്ചപ്പോൾ പോകണുണ്ടോ പൊടിമണ്ണ് കണ്ടോ. ഇതിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ പരിപാടികൾ എന്താണ്. 2018 അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കൊരങ്ങാട്ടിയെയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ പ്ലാമലയെയും ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണം നടക്കുന്നത്. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതി പ്രകാരമാണ് റോഡ് നിർമ്മിച്ചത്. 4.750 കിലോമീറ്റർ ദൂരമുള്ള റോഡ് 113.94 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. 5 വർഷക്കാലത്തെ ഗ്യാരണ്ടിയും പ്രഖ്യാപിച്ചിരുന്നു. വർഷങ്ങളായുള്ള ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് റോഡ് നിർമ്മാണം നടത്തിയത്. 2020-21, 2021-22, 2022-23, 2023-24, 2024-25 എന്നിങ്ങനെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നിയമം. ഈ നിയമം കാറ്റിൽ പറത്തി അശാസ്ത്രീയമായി റോഡിൽ ടാറിംഗ് നടത്തുകയാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് കരാറുകാരൻ റോഡ് നവീകരിക്കാൻ രംഗത്തെത്തിയത്. എന്നാൽ റോഡിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച വ്യാപക പരാതികളാണ് ഉയരുന്നത്. പണികൾ പൂർണ്ണമാക്കാതെ കരാറുകാരൻ ബില്ല് മാറുന്ന പ്രവണതയാണുള്ളതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ വർഷം മാത്രം ഏകദേശം 15.64 ലക്ഷം രൂപ ബില്ല് മാറിയെടുത്തതായാണ് വിവരമെന്നും ഇതിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുള്ളതായും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മാക്സിൻ ആന്റണി ആരോപിച്ചു. ഈ കരാറുകാരൻ എല്ലാ വർഷവും ആളുകളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജോലികൾ പൂർത്തീകരിച്ച് ബില്ല് മാറുന്ന പ്രവണതയാണ് കാണുന്നത്. ഈ വർഷം മാത്രം ഏകദേശം 15.64 ലക്ഷം രൂപ ഇതിന് ബില്ല് മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അന്യായമായി പൈസ കൊണ്ടുപോകുന്നതിന് സമ്മതിക്കാത്ത രീതിയിൽ ഇതിന് കൃത്യമായ ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഈ ബിൽ തുക തടഞ്ഞു വെച്ച് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊടിമണ്ണിന് മുകളിൽ ടാറിംഗ് നടത്തിയതോടെ റോഡ് വീണ്ടും തകരാറിലാവാൻ സാധ്യതയേറെയാണ്. 5 വർഷത്തെ ഗ്യാരണ്ടി കാലാവധി ഈ വർഷം കഴിയുന്നതോടെ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം റോഡ് വീണ്ടും താറുമാറാകാൻ സാധ്യതയേറെയാണ്. റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേട് സംബന്ധിച്ച സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.